കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. കർത്തൃ പ്രാർത്ഥനയെന്ന് നമ്മളെല്ലാരും പറയാറുണ്ട്. ആ കർത്തൃ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ കൂടുതൽ ധ്യാനിക്കുമ്പോൾ ആർക്കു വേണ്ടിയാണ് കർത്താവ് അത് പ്രാർത്ഥിച്ചത് എന്ന് നമ്മളിന്ന് ചിന്തിക്കുന്നത്. പത്രോസ് പറഞ്ഞ ഒരു വിശ്വാസ പ്രഖ്യാപനമുണ്ടല്ലോ. ഒരിക്കൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനമൊക്കെ മനുഷ്യപുത്രനെ കുറിച്ച് എന്താണ് പറയുന്നത്? ശിഷ്യന്മാരോട് ചോദിക്കുക. അപ്പം ശിഷ്യന്മാർ ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു സ്നാപക യോഹന്നാനാണ്. വേറെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ഏലിയ, ജെറമിയ, അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഏതോ ഒരു പ്രവാചകൻ, ഇങ്ങനെ പറയാൻ തുടങ്ങി. പക്ഷെ ആ സമയം പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് യേശുവിനെ നോക്കി പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. യേശു പത്രോസിനോട് പറയുന്നൊരു കാര്യമാണ്, പത്രോസെ, മാംസ രക്തങ്ങളല്ല നീ ഇത് നിന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. പത്രോസിനുണ്ടായത് വെളിപ്പാടാ. ദൈവം കൊടുത്ത വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് യേശു ആരാണെന്ന് പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനം കേട്ടിട്ട് യേശു പത്രോസിനോട് പറയാൻ, നീ ഭാഗ്യവാൻ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. സഭയെ പണിയുന്നത് ആരിലാണ്? നമ്മളൊരു സഭ എന്ന് പറയാറുണ്ട്. സഭ പണിയുന്നത് ആരിലാണ്? ദൈവത്തിന്റെ വെളിപ്പാട് ലഭിച്ച പത്രോസിനോട് യേശു ഇത് പറയുമ്പോൾ നമുക്ക് ആ വെളിപാട് ലഭിച്ചു. ആ വെളിപ്പാട് നമുക്ക് ലഭിച്ചു. യേശു ആരാണെന്ന് നമുക്കറിയാം ഇപ്പൊ, അല്ലേ? ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് നമുക്കിപ്പോൾ അറിയാം. അപ്പൊ നമ്മൾ ആ വെളിപ്പാട് ലഭിച്ചവരാണ്. പത്രോസ് ആ വെളിപ്പാട് ലഭിച്ചപ്പോൾ യേശുവിൽ നിന്നുള്ള ആ വിളി, ഭാഗ്യവാൻ, നമ്മളെ ഓരോരുത്തരും ഇന്ന് ഭാഗ്യവാനും ഭാഗ്യവതികളുമാണ് ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും. ആ പത്രോസ് നോക്കിയിട്ടാ പറഞ്ഞത്, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെട്ടിരിക്കും. ആ അധികാരം കൊടുക്കുകയാണ്. ഈ വെളിപ്പാട് ലഭിച്ചതിന്റെ മേലിൽ ദൈവം കൊടുക്കുന്ന അധികാരം. ഈ വെളിപ്പാട് ലഭിച്ചവർക്ക് ഞാൻ വെളിപ്പാട് എന്ന് പറയും, വെളിപ്പാട് തന്നെയാ. ആ വെളിപ്പാട് ലഭിച്ചവർക്ക് വേണ്ടിയാണ് കർത്തൃ പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിക്കുന്നത്. ഈ ലോകത്തിന് വേണ്ടിയല്ല, ഞാൻ പിതാവേ അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ അവർക്ക് അങ്ങേ അറിയാം. ആ പ്രാർത്ഥന ഭയങ്കര പവർഫുൾ. യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഞാൻ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ ഇവർക്ക് കൊടുത്തു, ഇവരത് സ്വീകരിച്ചു, ഇപ്പോൾ അവർക്ക് അങ്ങേ അറിയാം, ഞാൻ ഇവർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നതെന്ന്. നമുക്ക് ആ വചനം ഒന്ന് നോക്കാം. ഇതേ വചനം തന്നെ യോഹന്നാന്റെ 17:3 പറയുന്നത്, ഏക സത്യദൈവമായ നിന്നെ നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പൊ ഇത് അറിയുന്നവനാണ് നിത്യജീവൻ അവകാശിയായി മാറുന്നത്. അപ്പൊ ദൈവം പുത്രനെ അയച്ചുവെന്നും ആ പുത്രനിൽ വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ അവകാശിയായി തീരുന്നതെന്നും യോഹന്നാൻ 17:3 പറയുന്നു. പിന്നീട് യേശു പ്രാർത്ഥിക്കുന്നത്, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചും ഇരിക്കുന്നു. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നുവെന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് സത്യമായിട്ടും അറിഞ്ഞും നീ എന്നെ അയച്ചുവെന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. യേശുവിന് ശിഷ്യന്മാരോടുള്ള ആ സ്നേഹം ഭയങ്കര. കാരണം യേശു തന്റെ ക്രൂശ് മരണത്തിന് മുമ്പേ പിതാവിനോട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയുന്നു, പിതാവേ, ഞാൻ ഇവരോടൊപ്പമായിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അങ്ങയുടെ നാമത്തിൽ, പുത്രന് ലഭിച്ചിരിക്കുന്ന നാമം പിതാവിന്റെ നാമമാണ്, അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന അങ്ങയുടെ നാമത്തിൽ ഞാൻ ഇവരെ കാത്തു സൂക്ഷിച്ചു. ഞാൻ ഇപ്പൊ അങ്ങയുടെ പക്കലേക്ക് വരികയാണ്. ഇവരെ ഈ ലോകത്തിലാണ്, ഇവരെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കാത്തുകൊള്ളണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നമ്മുടെ മേൽ ഇന്നും ഉണ്ട്. യേശു പറയുന്നുണ്ട്, ഇവര് പോയി ആരോടൊക്കെ ഈ യേശുവിനെ കുറിച്ച് ഈ സുവിശേഷം അറിയിക്കുന്നു,
ആ കേൾക്കുന്ന അവർക്ക് വേണ്ടി കൂടി യേശു പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ 17 നമ്മൾ വായിക്കുമ്പോൾ യേശു അവർക്ക്, നമ്മൾ പറഞ്ഞ് ആര് യേശുവിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് വേണ്ടി കൂടി യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ആ പ്രാർത്ഥന എപ്പോഴും ദൈവത്തിന്റെ വാക്കുകളെല്ലാം ആമേൻ തന്നെ, അതിന് മാറ്റമില്ല, മുദ്രയിട്ടിരിക്കുന്ന വചനമാണത്. അപ്പം നമ്മൾ നമുക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നമ്മളിനി ആരോടൊക്കെ യേശുവിനെ കുറിച്ച് പറയുന്നു അവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞു. യേശു നമ്മളെ എപ്പോഴും ഓരോ വാക്കുകൾ പറയും. അവന്റെ ദാരിദ്ര്യത്താൽ എന്നെ സമ്പന്നനാക്കി, അവന്റെ അടിപ്പിണറാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്നാൽ യേശു ഇതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ എന്നെ തന്നെ ഇവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ആ ഒരു വചനം കൂടെ ഉണ്ട്. 17 അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചന സത്യമാവുന്നു. അവർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയും. നമ്മൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ. തിരുവെഴുത്തുകൾ പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. അവന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ യേശുവിനെ ആരാധിക്കണം. ഇതാണ് ദൈവകൽപ്പന. ദൈവം ആണ്, പരിശുദ്ധനാണ്. സൃഷ്ടി ഒരിക്കലും ദൈവമാകുന്നില്ല. ഇന്ന് തർക്കങ്ങൾ നടക്കുന്നത് സൃഷ്ടിയോട് പ്രാർത്ഥിക്കണം, സൃഷ്ടിയെ അംഗീകരിക്കണം, സൃഷ്ടിയെ ആരാധിക്കണം. മനുഷ്യനാ, പക്ഷെ ദൈവമാണ്. സൃഷ്ടി എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. അതാണ് ദൈവിക പദ്ധതി, ദൈവത്തിന്റെ കൽപ്പന. അപ്പൊ അതിന് വിരോധമായി ഇന്ന് വാദപ്രതിവാദങ്ങള് സോഷ്യൽ മീഡിയ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്ത് ന്യായവാദങ്ങൾ പറഞ്ഞാലും ദൈവത്തിന് മാത്രമാണ് പുകഴ്ച കൊടുക്കേണ്ടത്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്, പരിശുദ്ധൻ ദൈവം മാത്രമാണ്. അതാണ് സത്യം, അതാണ് വചനം. പറയും അവിടുത്തെ വചനമാണ് സത്യം, അതാണ് സത്യം. ഇപ്പൊ യേശു പല കാര്യങ്ങളും ഉപമയിൽ കൂടെ നമുക്ക് മാത്യുവിന്റെ 13 വിത്തിനെ കുറിച്ച് അത് ഉപമയിൽ പറയുമ്പം ശിഷ്യന്മാര് ചോദിക്കും, കർത്താവെ എന്താ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ നിങ്ങൾക്കാ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്, ഈ ലോകത്തിലുള്ളവർക്കല്ലത്. അപ്പൊ പ്രത്യേകം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും തന്റെ വചനം അനുസരിക്കുന്നവർക്കും ദൈവം തന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കും. എന്താ പറയുന്നത്, വിശുദ്ധ ലിഖിതം മാത്യു 22:29 പറയുന്നത്, ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ അറിയാത്തത് കൊണ്ട്, ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അപ്പൊ തിരുവെഴുത്തുകളെ ശോധന ചെയ്യണം. ഇപ്പൊ അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യം നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. 5 ഏവത്തപ്പം 2 മീൻ കൊണ്ട് 5000 പുരുഷന്മാരെ, പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും കണക്ക് പറയുന്നില്ല, 12 കുട്ട വരെ മിച്ചം വന്നു. പക്ഷെ അതിന്റെ സാഹചര്യം, യേശു ഓരോ ഉപമകളും പറയുമ്പോൾ ഓരോ സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം, അത് ഗലീലയിലെ തിബേരിയസ് കടൽ തീരത്ത് യേശു അനേകം രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. അനേകം പുരുഷാരം കർത്താവിന്റെ അടുത്തോട്ട് വരും. അപ്പൊ കർത്താവ് ഒരു പടകിൽ കയറി, നമുക്കൊരു ഭാവനയെ തന്നെ നമുക്കൊന്ന് കാണാതെ ഈ പുരുഷാരത്തെ കണ്ടുകൊണ്ട് കർത്താവ് ഒരു വള്ളത്തിൽ കയറിയിരിക്കുക. പുരുഷാരം മൊത്തം കരക്കി. അപ്പൊ യേശു ഇങ്ങനെ ഓരോ കാര്യങ്ങള് പറയുമ്പോഴത്തേക്ക് അവരതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക വലിയ താല്പര്യത്തോടെ. അപ്പൊ ഫിലിപ്പോസിനോട് ചോദിക്കുന്നതാ, ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? യേശുവിന് തന്നെ അറിയാൻ താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. എന്നാലും ഫിലിപ്പോസിനോട് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കും, ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? അപ്പൊ ഫിലിപ്പോസ് പറയുന്നൊരു കാര്യമുണ്ട്, അല്പമെങ്കിലും ഇവർക്ക് കൊടുക്കണമെങ്കിൽ 20 ദിനാറെങ്കിലും വേണ്ടേ? ഇത് കേട്ടിട്ട് പത്രോസിന്റെ സഹോദരൻ അന്ത്രോസ് പറയും, ഇവിടെ ഒരു വാലിന്റെ കയ്യിൽ 5 ഏവത്തപ്പോ 2 മീനും ഉണ്ട്. കർത്താവ് പറയും, അത് കൊണ്ടുപോവാ. അത് വാഴ്ത്തി നുറുക്കി, അവിടെ നല്ല പുല്ലായിരുന്നു. ഞാൻ ഈ വചനം വായിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഭാവനയെ കാണും. ആ പുല്ലിന്റെ പുറത്ത് ഇവരെ ഒരു 50 പേര് ഇരുത്തി കാണും. അങ്ങനെ അവർ സ്ത്രീകളുടെ കുട്ടികളുടെ കണക്ക് പറയുന്നില്ല. അവര് വേണ്ടുവോളം തൃപ്തിയോടെ കഴിച്ചു എന്ന്. അല്പം ഫിലിപ്പോസ് പറഞ്ഞ അല്പാൽപ്പം കൊടുത്തതല്ല, മീനും അപ്പവും തൃപ്തിയാവോളം കഴിച്ചിട്ട് മിച്ചം വന്നത് 12 കുട്ട നിറയെ എടുത്തു. അത് ഒന്നും കളയാതെ ശേഖരിക്കാൻ യേശു പറയുന്നുണ്ട്. ആ ഒരു അത്ഭുതം നമ്മൾ കേട്ട് പോകുന്നില്ല. ആ അത്ഭുതത്തിന്റെ ഒന്ന് ആലോചിച്ച് നോക്കി. യേശു പറയുന്നൊരു കാര്യം, എന്റെ പിതാവ് ചെയ്യുന്നതാണ് എന്നിലൂടെ, ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നതല്ല. യേശു അത് സ്ഥാപിക്കാൻ വേണ്ടി എന്റെ പിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്തിട്ടും ഈ ജനം പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ശിഷ്യന്മാർക്ക് പോലും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. യേശുവിന്റെ ഉള്ളിലിരിക്കുന്ന
പിതാവിന്റെ ആത്മാവ്, പിതാവിന്റെ നാമം. യേശു പറയും, പിതാവെ അങ്ങ് എനിക്ക് തന്ന നാമം, അങ്ങ് എന്നിലൂടെ സംസാരിക്കുന്നു, അങ്ങ് എന്നിലൂടെ ദൈവം യേശുവിലൂടെ പിതാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നത്. യേശു പറയുന്നത് എന്റെ പിതാവാണ് എന്നിലൂടെ ഇതിനെ ഞാൻ സംസാരിക്കുന്നതല്ല, എന്റെ പിതാവ് എന്നിലൂടെ സംസാരിക്കുക. ഫിലിപ്പോസ് എനിക്ക് പിതാവിനെ കാണിച്ചു തരാൻ പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, ഫിലിപ്പോസ് ഇത്രയും കാലം എന്റെ കൂടെ ഇരുന്നിട്ട് പിതാവിനെ കണ്ടില്ലേ? യേശുവിനെ കാണുന്നത് പിതാവിനെ കണ്ടു കഴിഞ്ഞു. അപ്പൊ യേശു ഇത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം അന്നത്തെ ദിവസം അവര് യേശുവിനെ പിടിച്ചങ്ങ് രാജാവാക്കി ആക്കാനായിട്ട് ഭാവിച്ചു. യേശു ഇത് അറിഞ്ഞിട്ട് മലയുടെ മുകളിലോട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഈ ജനം മുഴുവൻ പുരുഷാരം ഇത് കാണുന്നുണ്ട് യേശു മലയുടെ മുകളിലോട്ട് പോകുന്നത്. അന്ന് തിബേരിയ കടലിൽ ആ തീരത്ത് ഒരു വള്ളവേ ഉള്ളായിരുന്നു. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, അത് ഒരു വള്ളവേ ഉള്ളായിരുന്നു. അവർ കാണുന്ന ശിഷ്യന്മാരല്ല ഈ വള്ളത്തിൽ. അപ്പൊ യേശു പറയും, നിങ്ങള് പൊയ്ക്കോ, നിങ്ങൾ പൊയ്ക്കോ, കബറിന്റെ മുമ്പിലോട്ട് പോകുക. അത് നിങ്ങൾ ഈ വള്ളത്തിൽ കയറി പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് യേശു മലയുടെ മുകളിൽ പ്രാർത്ഥിക്കാൻ പോയി. ഈ ജനം കാണുന്നുണ്ടെങ്കിൽ ഒറ്റ വള്ളവേ ഉള്ളായിരുന്നു. ശിഷ്യന്മാരെല്ലാം അതിൽ കയറി പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ പിറ്റേന്ന് ഈ പുരുഷാരെ യേശുവിന്റെ തിരക്ക് വരിക. അവരന്നേരം പറയുന്നു, ഇവിടെ ഒരു വള്ളമല്ലേ ഉള്ളായിരുന്നു, യേശു പോയില്ലായിരുന്നല്ലോ, ഇനി യേശുവിനെ കാണുന്നില്ല. യേശുവിനെ തിരക്കുവാ അവിടെ, യേശുവിനെ കാണുന്നില്ല. അവര് നോക്കുമ്പോ പിന്നെ കുറെ കൊച്ചു ചെറിയ ചെറിയ പടവുകൾ അവിടെ വന്നു. ഈ പുരുഷാരം ആ പടവിൽ കയറി കബറിന്റെ ഭൂമിയിലേക്ക് ചെല്ലുക. അതിനിടയ്ക്ക് നമുക്കറിയാം, യേശു രാത്രിയിൽ വലിയ കൊടുങ്കാറ്റ് ഉണ്ടാകുന്ന ഒരു വെള്ളം അവർ പേടിക്കുന്നു. യേശു വെള്ളത്തിന് മീതെ നടന്നു ചെല്ലുമ്പോൾ അവർ ഭൂതമെന്ന് പറഞ്ഞ് പേടിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് വെള്ളം കരയ്ക്ക് എടുക്കുന്നു. അത് നമുക്കറിയാം, നമ്മൾ എപ്പോഴും എല്ലാവരും ഇതെപ്പോഴും വായിക്കുന്ന കാര്യമാണ്. അങ്ങനെ യേശു ഈ പുരുഷാരം യേശുവിന്റെ തിരക്ക് കബറിന്റെ ഭൂമി ചെല്ലുക. ചെന്നിട്ട്, റബ്ബി നീ എങ്ങനെ ഇപ്പൊ ഇവിടെ എത്തി? കാരണം അവിടെ ഒരു വള്ളമല്ലേ ഉള്ളവർ, അവരിങ്ങനെ നേരത്തേക്ക് വന്നല്ലോ എന്ന്. അങ്ങനെ യേശു പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ അപ്പം കഴിച്ച് തൃപ്തരായതുകൊണ്ടല്ലേ എന്നെ അന്വേഷിക്കുന്നത്. ജീവന്റെ അപ്പത്തെ കുറിച്ച് പറയേണ്ട സാഹചര്യം ഈ പറയുന്നത്. ജീവന്റെ അപ്പം ഞാനാകുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം കത്തോലിക്ക ബൈബിളിൽ ജീവന്റെ അപ്പം എന്നാണ് കിടക്കുന്നത്. ആ ജീവന്റെ അപ്പത്തെ കുറിച്ച് സംസാരിക്കാൻ ഉണ്ടായ സാഹചര്യങ്ങൾ പറയുമായിരുന്നു. യേശുദരം പറയുന്നു, ഈ നശിച്ചു പോകുന്ന അപ്പത്തെ കുറിച്ച് നിങ്ങൾ പ്രവർത്തിക്കാതെ അന്വേഷിക്കാതെ നശിച്ചു പോകാത്ത നിത്യജീവനിലേക്കുള്ള അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കും. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നില്ല, എന്തോ ഇത് പ്രവർത്തിക്കേണ്ടത്, ഞങ്ങളെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്തോ ചെയ്യണം എന്ന് അവർ ചോദിക്കുക. അപ്പൊ യേശു പറയുന്നൊരു കാര്യം, പത്രോസിന് കിട്ടിയ വെളിപ്പാട് പോലെ, അവനെ അയച്ചവരിൽ എന്നെ അയച്ചവരിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി. ഏകസത്യതയുമായി അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. എന്നെ അയച്ച പിതാവിൽ നിങ്ങൾ വിശ്വസിക്കണം, എന്നെയും വിശ്വസിക്കണം. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. അപ്പൊ നമ്മൾ അറിയാം, നമുക്കിന്ന് ഈ അപ്പം യേശു പറയുന്നത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഈ അപ്പം ഭക്ഷിക്കുന്ന ഒരു നാളും മരിക്കത്തില്ല, വിശക്കത്തില്ല, അവർ ദാഹിക്കുകയുമില്ല. യഹൂദര് ഇത് ഇവരെ പിറുപിറുത്തിട്ട് ചോദിക്കുന്നത്, നമുക്ക് എങ്ങനെ പറ്റൂ ഇതിന്റെ മാംസം ഭക്ഷിക്കാൻ, ഇതിന്റെ രക്തം കുടിക്കണമെന്ന് പറയുന്നത്? ഇത് കഠിനമാണ് ഈ വചനം. നമ്മുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, എന്നിട്ട് അവരെല്ലാം മരിച്ചു. ഇവൻ പറയുന്നത് നമ്മൾ മരിക്കത്തില്ലെന്ന്. ഇവർക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ യേശു പറയുന്നത്, എന്റെ രക്തം പാനം ചെയ്യുകയും എന്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ജീവനുണ്ടാകും. ഇതിന്റെ പൊരുൾ മർമ്മം, അതാ പറഞ്ഞ മർമ്മം അവർക്ക് പിടികിട്ടുന്നില്ല. യേശു തന്നെ യോഹന്നാൻ 6:63 പറയുന്നു, ശരീരം മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. അപ്പൊ യേശു പറയുന്നത്, ഈ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. എന്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, വചനമാണ് ആത്മാവും ജീവനും. എന്തോ ഭക്ഷിക്കാൻ പറയുന്നത്? ദൈവത്തിന്റെ വചനമാണ് ഭക്ഷിക്കാൻ പറയുന്നത്, അല്ല ഈ മാംസം ഭക്ഷിക്കണമെന്നല്ല പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത് തിരുവോസ്തി, ഇത് മാംസമായി രക്തമായി, അവിടെ അത്ഭുതം ഇവിടെ അത്ഭുതം. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ഈ കപട വേലക്കാര് എന്താ പറയുന്നത്, നീതിയുടെ വേഷം ധരിച്ചിട്ട് അവര് ഞങ്ങൾ പറയുന്നതാണ് നീതി, ഞങ്ങൾ പറയുന്നതാണ് സത്യം, ഇങ്ങനെ പറഞ്ഞ് ദുരുപദേശങ്ങൾ കൊണ്ട് ജനത്തെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്നു. അപ്പൊ സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. നമുക്കറിയാം,
മോശ കാണിച്ച അത്ഭുതങ്ങളും അവിടുത്തെ മന്ത്രവാദികളും കാണിച്ചു, ഒരുപാട് അത്ഭുതങ്ങൾ അവരും കാണിച്ചു. അപ്പം സാത്താൻ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. ഇനി അങ്ങോട്ട് അത്ഭുതങ്ങളുടെ ഘോഷയാത്രയായിരിക്കും. കാരണം ഇന്നേയും മനുഷ്യൻ സംസാരിക്കുന്ന കണക്ക് വന്ന് ഇനി ഈ സാത്താൻ വെളിച്ച ദൂതന്റെ വേഷത്തിൽ വരും. ഏത് വേഷം അവന് കെട്ടാം. എനിക്ക് അയ്യോ ഇനി പ്രത്യക്ഷപ്പെട്ടു, എന്നോട് സംസാരിച്ചു. ഞാനിപ്പോ അത് വ്യക്തമായിട്ട് പറയുന്നില്ല. അവിടെ പ്രത്യക്ഷപ്പെട്ടു, ഇവിടെ പ്രത്യക്ഷപ്പെട്ടു, പല രൂപത്തിലും ഭാവത്തിലും സാത്താൻ പ്രത്യക്ഷപ്പെടും. എന്തിനാ പ്രത്യക്ഷപ്പെടുന്നത്? ആ അത്ഭുതങ്ങൾ കണ്ടിട്ട് അതിന്റെ പുറകെ ഓടും. സാത്താൻ ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ, അവന്റെ ആഗ്രഹം ആരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കരുത്, ആരും ഈ നിത്യജീവന അവകാശിയായി തീരരുത്. അതുകൊണ്ടാണെന്ന് ജനം പല വഴി ഓടിക്കൊണ്ടിരിക്കുക. അവിടെ അത്ഭുതം, അവിടെ അത്ഭുതം, ഇവിടെ അടയാളങ്ങള്. ഇനി അങ്ങോട്ടുണ്ടല്ലോ യേശു ക്രിസ്തുവിന്റെ രൂപത്തിലും വരും സാത്താൻ, മാതാവിന്റെ രൂപത്തിലും വരും. അവിടെ ഇവിടെ എല്ലാ അത്ഭുതങ്ങളും നടക്കും. ദൈവജനം തിരിച്ചറിയേണ്ട ഒരു സത്യം, സർപ്പം ഹവ്വായെ തന്ത്രവും ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മളെ ചതിക്കുന്ന സാത്താന്റെ പ്രവൃത്തികൾ ദൈവജനം തിരിച്ചറിയണം. ഈ അത്ഭുതങ്ങളുടെ പുറകെ കൂടരുത്. അത്ഭുതം, ന്യായപ്രമാണത്തിന്റെ അത്ഭുതം ആരാ? യേശു ക്രിസ്തുവാ. ആ യേശു നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, ജീവനുള്ള പ്രത്യാശയാണ് നമുക്കുള്ളത്. പത്രോസ് പറയുന്ന ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ യേശു പറഞ്ഞത് നീ മരിച്ചാലും ജീവിക്കും. നമുക്കറിയാം മരിച്ചാലും ജീവിക്കും, നമ്മുടെ ആത്മാവ് ജീവിക്കും. നമ്മുടെ ആത്മാവ് ആ സമയത്ത് തന്നെ കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഭവനത്തിലോട്ടാണ് പോകുന്നത്. കർത്താവ് തന്റെ സ്നേഹം യോഹന്നാന്റെ സുവിശേഷം 14 ഒക്കെ പറയും, നിങ്ങൾ ഹൃദയം കലങ്ങണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, എന്റെ പിതാവിലും വിശ്വസിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അനേകം വാസസ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ വാസസ്ഥലത്തോട്ട് പാന നമുക്കുള്ള പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ തന്ത്രങ്ങൾ, സാത്താന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയുക. ദൈവജനം അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെയും പുറകെ പോകാതിരിക്കുക. അത്ഭുതം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. വീണ്ടും ജനിച്ച സമയം ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അല്പസമയം എന്റെ കർത്താവിന്റെ വചനം പറയാൻ ദൈവം എന്നെ ഇടയാക്കിയതിനായി സന്തോഷത്തോടെ എന്റെ കർത്താവിന് സ്തോത്രകരേറ്റുന്നു. ആമേൻ.